കരയുന്നവരോടുകൂടെ കരയുക. ആ, അതാണ് ശരിക്കും പലപ്പോഴും കൂടുതൽ പ്രയാസമുള്ളതായിട്ട് തോന്നാറല്ലേ? തീർച്ചയായും. ഒരാൾ വലിയൊരു ദുഃഖത്തിലിരിക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ നമ്മൾ റെസ്റ്റേരിസയായി പോവല്ലേ. പലപ്പോഴും നമ്മൾ വേഗം എന്തെങ്കിലും സമാധാന വാക്ക് പറയാൻ നോക്കും, ചിലപ്പോൾ ഉപദേശം കൊടുക്കാൻ ശ്രമിക്കും. അതെ, പക്ഷെ ഈ വാക്യം പറയുന്നത് ചിലപ്പോൾ വാക്കുകൾക്ക് അത്ര പ്രസക്തിയില്ല. ആ വ്യക്തിയുടെ വേദനയിൽ നമ്മളും കൂടെ പങ്കുചേരുക എന്നതാണ്. അവരുടെ ആ കണ്ണുനീരിനും ചിലപ്പോൾ തോന്നുന്ന ദേഷ്യത്തിനും അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും അതിനൊക്കെ ഒരിടം കൊടുക്കുക. അതെ, ഉത്തരം കൊടുക്കാൻ തിരക്കുകൂട്ടാതെ ആ വേദനയിൽ അവരോടൊപ്പം വെറുതെ മൗനമായിട്ടൊന്ന് കൂടെയിരിക്കുക. അത് മതിയാവും പലപ്പോഴും. ആ സാന്നിധ്യം, ഈ ഇരുട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാതെ പറയുന്ന ആ ഒരു സ്നേഹം, അത് തന്നെ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ചിത്രം കൂടിയാണിത്. ഒരു ശരീരം പോലെ ഒന്നിച്ച് വേദനിക്കുന്ന, ഒന്നിച്ചാഘോഷിക്കുന്ന ഒരവസ്ഥ. ശരിയാണ്.